അങ്ങനെ ഒഫീഷ്യലി ലോക മൂവിയിൽ മൂത്തോൻ മമ്മൂട്ടിയാണെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരുന്നു എങ്കിൽ തന്നെയും ഈ ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലി പുറത്തുവിട്ടിരിക്കുന്നത് ദുൽഖർ സൽമാൻ തന്നെയാണ്. മൂവിയുമായി റിലേറ്റ് ചെയ്ത് നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും അതോടൊപ്പം തന്നെ മൂവിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില പുതിയ അപ്ഡേഷൻസും നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അവയെല്ലാം പറ്റി തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. പ്രധാനമായും മമ്മൂക്കയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ പിറന്നാൾ ആശംസകളോടുകൂടിയാണ് ഈ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു പോസ്റ്ററിലും ഒരു ഹിഡൻ ഡീറ്റെയിൽ ഉണ്ട്. പ്രധാനമായിട്ടും മൂവിയുടെ ഒരു പർട്ടിക്കുലർ സീനിൽ നസ്ലിന്റെ ക്യാരക്ടർ ആയിട്ടുള്ള സണ്ണിയും ചന്ദ്രയും ഒരുമിച്ച് നടന്നു വരുന്ന സീക്വൻസിൽ മൂത്തോന്റെ ഇതേ നിഴൽ രൂപം തന്നെ കാണുന്നതാണ്. ആദ്യം ഈ ഒരു മൂവി കണ്ടവർ അധികം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ തന്നെയും ഹിഡൻ ഡീറ്റെയിൽസുകൾ തപ്പിയെടുക്കുവാനായി റീവാച്ച് ചെയ്തപ്പോൾ ഈ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തിരുന്നതുമാണ്. മൂത്തോനെ നേരിട്ട് കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ വരച്ചു വെച്ചിട്ടുള്ള ഒരു പിക്ചർ ആണിത്. എന്തായാലും OTT റിലീസിന് ശേഷം നമ്മുടെ ഇതുവരെ കണ്ണിൽ പെടാത്തതായിട്ടുള്ള ഒരു ലോഡ് ഈസ്റ്റർ എഗ്സ് ഈ ഒരു മൂവിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുമെന്ന് നമുക്കിപ്പോൾ ഉറപ്പാണ്. ഓക്കെ, ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്നത് മൂത്തോൻ എന്ന ക്യാരക്ടർ ആരാണെന്നുള്ളതാണ്. ടൈറ്റിൽ കാർഡിനോടൊപ്പം വരുന്ന ഗ്രാഫിക്കൽ സീൻസിലൂടെ വ്യക്തമായി പറയുന്നുണ്ട് മൂത്തോൻ ശരിക്കും ഒരിക്കലും എർത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല, മറിച്ച് ഏതോ ഒരു പ്ലാനറ്റിനെ റെപ്രസെന്റ് ചെയ്ത് മറ്റാരുടെയോ നിർദ്ദേശം അനുസരിച്ച് എർത്തിലേക്ക് വന്നു ചേർന്ന ഒരു ക്യാരക്ടർ ആണെന്ന്. ഭൂമിയിലേക്ക് വരുന്നതിനോടൊപ്പം ആദിമ മനുഷ്യർക്ക് വേണ്ട സഹായങ്ങളെല്ലാം നൽകി ഈവൻ ദോ ഫയർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഉൾപ്പെടെ പഠിപ്പിച്ചു കൊടുത്ത് ഹ്യൂമൻ സിവിലൈസേഷന് തന്നെ വളരെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടെന്നത് മൂത്തോൻ എന്ന ക്യാരക്ടറാണ്. പിന്നീട് തന്റെ പ്ലാനറ്റിൽ നിന്നുമുള്ള മറ്റുള്ളവർ ഈ ഒരു ഭൂമിയിലേക്ക് വരുമ്പോൾ അവരെ ആദ്യം സ്വീകരിക്കുന്ന മൂത്തോൻ സാധാരണ മനുഷ്യരെ ദ്രോഹിക്കുന്നത് കണ്ട് സഹിക്കാനാവാതെ സ്വന്തം ജനത്തിനെതിരായി മനുഷ്യരെ എല്ലാം കൂട്ടിയിണക്കി വളരെ വലിയൊരു റെബലിയൻ ആരംഭിക്കുകയും ആ ഒരു യുദ്ധത്തിന് അവസാനം അവരുടെ നേതാവായിട്ടുള്ള ക്യാരക്ടറിനെ ഡിഫീറ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഡിഫീറ്റ് ചെയ്യപ്പെട്ട അവരുടെ നേതാവായിട്ടുള്ള ക്യാരക്ടറാണ് ഇഫ്താർ എന്ന ഈ ഒരു യൂണിവേഴ്സിൽ തന്നെ മെയിൻ വില്ലനായി വരാൻ പോകുന്നതെന്നും തിയറികളുണ്ട്. ഇതിനുശേഷമായി വന്നിട്ടുണ്ടായിരുന്ന പല ഗ്രാഫിക്കൽ ഇമേജസിലൂടെയും പല നൂറ്റാണ്ടുകളായി പല വലിയ ത്രെറ്റുകളിൽ നിന്ന് ഹ്യൂമൻസിനെ സംരക്ഷിച്ചു വന്നത് ഇതേ മൂത്തോന്റെ ക്യാരക്ടർ ആണെന്ന് പറഞ്ഞു തീർക്കുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ സീനിൽ തന്റെ കയ്യിലുള്ള സ്റ്റാഫ് മറ്റൊരാൾക്ക് മൂത്തോൻ കൊടുക്കുന്ന രീതിയിലുമായി കാണിച്ചിട്ടുമുണ്ട്. ആദ്യം അത് എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ തന്നുവെങ്കിലും നമ്മുടെ ചില സബ്സ്ക്രൈബേഴ്സ് കമന്റ് ആയി പറഞ്ഞിരുന്നതാണ് ആ ഒരു വടി കത്തനാർക്ക് കൊടുത്തു എന്നുള്ളത്. ഒരു തരത്തിൽ കത്തനാരെ കാണിക്കുന്ന ടൈമിൽ തന്നെ മൂത്തോന്റെ കയ്യിലുള്ള പോലത്തെ ഒരു വടി കത്തനാരുടെ ഹൈഡ് ഔട്ടിനുള്ളിലുള്ള ജീസസ് ക്രൈസ്റ്റിന്റെ പിക്ചറിന് തൊട്ടടുത്തതായിട്ട് കാണിക്കുന്നതുമാണ്. ഇൻഡയറക്ട്ലി ഒരു ഗോൾഡി ബീയിങ് ആയിട്ടാണ് മൂത്തോനെ ഇവിടെ പ്രസന്റ് ചെയ്യുന്ന രീതിയിലാണ് അവിടെ അത് കാണിച്ചിരിക്കുന്നത്. എന്തായാലും എനിക്കിപ്പോൾ തോന്നുന്നത് പ്രധാനമായിട്ടും മൂത്തോന് ഡയറക്ട്ലി ഇൻവോൾവ് ആവാത്ത ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഒരു കാലത്ത് സണ്ണി വെയിന്റെ കടമറ്റത്ത് കത്തനാറിന്റെ ക്യാരക്ടറിനെ യൂസ് ചെയ്തിട്ടുണ്ടാകുമെന്നും അതിനുവേണ്ടി തന്നെ മാജിക്കൽ സ്റ്റാഫ് കത്തനാർക്ക് കൊടുക്കുന്നതുമായിരിക്കാം. പിന്നീട് കത്തനാറിന്റെ കാലം കഴിഞ്ഞപ്പോൾ ഒബ്വിയസ്ലി അത് മൂത്തോന്റെ കയ്യിലേക്ക് തിരികെ എത്തുകയും ചെയ്തിരിക്കും. മൂവിയിൽ കത്തനാർ നീലിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഇതുവരെ തളയ്ക്കുവാൻ സാധിക്കാത്ത രണ്ടുപേരെ പിടിക്കുവാൻ നീ സഹായിക്കണമെന്ന്. അതിലൊന്നൊരു ചാത്തനാണെന്നും പറയുന്നുമുണ്ട്. അത് ഒബ്വിയസ്ലി ടോവിനോയുടെ ക്യാരക്ടർ തന്നെ. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമന്റ് ആയി ചോദിച്ചിരുന്നതാണ്, ടോവിനോയുടെ കഥാപാത്രം ഒരു ഗുഡ് ക്യാരക്ടർ അല്ലേ, പിന്നെ എന്തിനാണ് ചാത്തനെ തളയ്ക്കുവാനായി കത്തനാർ ശ്രമിക്കുന്നത് എന്ന്. അതിനുള്ള ഉത്തരം ഒബ്വിയസ്ലി മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലൂടെ തന്നെ വ്യക്തമാണ്. ഈ ഒരു മൂവിയിൽ കാണിച്ചിരിക്കുന്ന ടോവിനോ ഉൾപ്പെടെ ഏകദേശം 390 വേർഷൻസിലുള്ള ചാത്തന്മാരെയാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന മൂവീസിൽ കാണാനിരിക്കുന്നത്. അതിൽ മിക്കവാറും ഒരു 90% പേരും വില്ലന്മാരാവാനാണ് സാധ്യത കൂടുതൽ. മേ ബി ഈ ഒരു ചാത്തന്റെ ക്യാരക്ടർ ഒരു വില്ലൻ ആയിരിക്കാം. പിന്നീട് കത്തനാരും നീലിയും ഈ ഒരു ക്യാരക്ടറിനെ തളച്ചതിന് ശേഷം പുള്ളിയെ കൺവിൻസ് ചെയ്യിപ്പിച്ച് നന്മയുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്നതുമാകാം. നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു ചോദ്യം, എന്തിനായിരുന്നു ചന്ദ്ര ബാംഗ്ലൂർ സിറ്റിയിലേക്ക് വന്നത് എന്നുള്ളത്. ഇതിനൊരു പ്രോപ്പർ ഉത്തരം നമുക്ക് ഈ ഒരു മൂവിയിലൂടെ ലഭിക്കുന്നതല്ല എങ്കിൽ തന്നെയും ചില സ്പെക്കുലേഷൻസ് ഉണ്ട്. ഓൾറെഡി മൂത്തോന്റെ ക്യാരക്ടർ എന്തോ ഒരു മിഷൻ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രനെ ബാംഗ്ലൂരിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യം മൂവിയുടെ ആദ്യം തന്നെ ടീസ് ചെയ്ത് പോകുന്നതാണ്. അതുപോലെ മൂവിയുടെ ഒരു മിഡ് പോർഷൻ എത്തുമ്പോൾ മൈക്കിൾ എന്ന ടൊവിനോയുടെ ക്യാരക്ടറിന്റെ തന്നെ ക്ലിനിക്കിലേക്ക് എത്തുന്ന ടൈമിൽ നിഷാൻ സാഗറിന്റെ ക്യാരക്ടർ ചന്ദ്രയോട് ഫോണിലൂടെ പറയുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കാളും വലിയ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണെന്ന് മൂത്തോൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ചുരുക്കത്തിൽ ഫ്യൂച്ചറിൽ നടക്കാനിരിക്കുന്ന മൂത്തോൻ vs ഇഫ്താർ ഫൈറ്റിനെ ടീസ് ചെയ്യുകയാണ് ഇവിടെ. ഈ ഒരു ഫൈറ്റിൽ മൂത്തോനെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി മൂത്തോനൊപ്പമുള്ള സൂപ്പർ ക്യാപ്റ്റൻസ് എല്ലാം ഒന്നിച്ചേർക്കുന്ന രീതിയിലുമായിരിക്കാം കഥ ഡെവലപ്പ് ചെയ്യുക. ഈ ഒരു ഫൈറ്റിന് തന്നെ ഒരു ഗ്ലിംസ് തന്നെയാണ് നമ്മളെ മൂവിയുടെ ആദ്യം കണ്ടിരുന്നത്. അതുപോലെ തന്നെ മൂവിയിൽ പലയിടങ്ങളിലായി വരുന്ന ഒരു ഒറ്റക്കാലൻ നായ ഒരു ഷേപ്പ് ഷിഫ്റ്റർ ആണ് എന്നുള്ള രീതിയിലും ഒരു കമന്റ് കണ്ടിരുന്നു. ഷേപ്പ് ഷിഫ്റ്റർ ആണോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല. എങ്കിൽ തന്നെയും അത് ഓഡിയനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്യാരക്ടർ ആവാനാണ് സാധ്യതകളേറെ. മേ ബി ദുൽഖറിന്റെ ഒരു പെറ്റ് എന്ന രീതിയിൽ കാണിക്കുവാനും സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ മൂത്തോന്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് മൂത്തോനിലേക്ക് എത്തിക്കുന്ന ഒരു ക്യാരക്ടറും ആയിരിക്കാം. അതുപോലെ തന്നെ മറ്റൊരാൾ കമന്റ് ചെയ്തിരുന്നതാണ്, മൂവിയുടെ അവസാനം DQനെ യമൻ എന്നല്ലേ പറയുന്നതെന്ന്. അതവിടെ ജസ്റ്റ് ഒരു പ്രോവർബ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നീ ആരടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിന്റെയൊക്കെ കാലനാടാന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. അത്ര തന്നെ. മൂവി
മൂവിയുടെ ക്രെഡിറ്റ്സിലൂടെ ഒഫീഷ്യലി ദുൽഖർ സൽമാൻ ഒടിയനാണെന്ന് കൺഫേം ചെയ്തിരിക്കുന്നതുമാണ്. അതുപോലെ തന്നെ കമന്റായി ചോദിച്ചിരുന്ന മറ്റൊരു ചോദ്യം തന്നെയായിരുന്നു നീലി എന്തിനാണ് ചന്ദ്ര എന്ന പുതിയ പേര് തിരഞ്ഞെടുത്തത് എന്നുള്ളത്. ആക്ച്വലി ഈ ഒരു മൂവിയുടെ ഒരു പ്രൊഡക്ഷൻ ടൈമിൽ നീലി എന്നുള്ളൊരു പ്രൊഡക്ഷൻ നെയിം ആയിരുന്നു മൂവിക്ക് കൊടുത്തിരുന്നതെന്ന് ഞാൻ ഒരു റൂമർ കേട്ടിരുന്നു. സാധാരണക്കാർക്ക് ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ കള്ളിയങ്കാട്ട് നീലിയാണെന്ന് ഒബ്വിയസ്ലി റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഒരു സർപ്രൈസ് എലമെന്റ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് മൂവിയിൽ യഥാർത്ഥത്തിൽ ഈ ഒരു ക്യാരക്ടറിന് ഈ ചന്ദ്ര എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. ഇനി മൂവിക്കുള്ളിൽ എന്തിനാണ് ഈ ഒരു ക്യാരക്ടറിന്റെ പേര് മാറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി തന്റെ ട്രൂ ഐഡന്റിറ്റി മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കുവാനായി ഒരു ഫേക്ക് നെയിം ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു രീതിയിലായിരിക്കാം തന്റെ നീലി എന്ന പേരിനോട് തന്നെ സിമിലർ ആയിട്ടുള്ള ചന്ദ്ര എന്ന പേര് ഉപയോഗിച്ചിരിക്കുന്നത്. ഐതിഹ്യമായ പ്രകാരം നിലാവത്ത് വരുന്നത് കൊണ്ടാണ് ഈ ഒരു ക്യാരക്ടറിന് നീലി എന്നുള്ള പേര് വന്നതെന്നാണ്. നിലാവ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ചന്ദ്രനോട് സിമിലർ ആയിട്ടുള്ള ചന്ദ്ര, അങ്ങനെ വന്നതെന്ന് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇഫ്താറിന്റെ സ്റ്റാച്ചുവിന് എന്താ തലയില്ലാത്തത് എന്നുള്ളൊരു ചോദ്യം കണ്ടിരുന്നു. മേ ബി ഒരു കാലത്ത് ഇഫ്താറിനെ ആരാധിച്ചിരുന്നവർ തന്നെ ഈ ഒരു ക്യാരക്ടർ ആക്ച്വലി ഒരു വില്ലൻ ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തങ്ങൾ ആരാധിച്ചിരുന്ന വിഗ്രഹത്തിന്റെ തല എറിഞ്ഞുടച്ചതുമാകുവാനും സാധ്യതകളുണ്ട്. അതും അല്ലെങ്കിൽ മൂത്തോനോ അല്ലെങ്കിൽ മൂത്തോനെ സപ്പോർട്ട് ചെയ്യുന്നവരോ ആരെങ്കിലും ഇഫ്താറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാം നശിപ്പിക്കുവാൻ വേണ്ടി അങ്ങനെ ചെയ്തതുമായിരിക്കാം. അൾട്ടിമേറ്റ്ലി ഇപ്പോൾ ഇതുവരെ മൂവി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇഫ്താർ എന്നൊരു വില്ലൻ ക്യാരക്ടർ കാരണം ഈ ഒരു ഭൂമി മൊത്തം ഉണ്ടാവുന്ന കെയോസിനെ തടയുവാൻ വേണ്ടി മൂത്തോൻ എന്ന ഒരു ഗോഡ് ലീഗ് ബീയിങ് തന്റെ കീഴിലുള്ള സൂപ്പർ ക്യാരക്ടേഴ്സിനെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് ഇഫ്താറിനെ എതിർക്കുന്ന രീതിയിലായിരിക്കാം കാണിക്കുക. മൂത്തോനൊപ്പം ഉള്ള പോലെ തന്നെ ഇഫ്താറിനെ സപ്പോർട്ട് ചെയ്ത ഒട്ടനേകം ക്യാരക്ടേഴ്സും ഈ ഒരു യൂണിവേഴ്സിലേക്ക് എത്തുവാനും സാധ്യതകളുണ്ട്. ഉദാഹരണമായി ചന്ദ്രയെ പറ്റി മൂവിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന മൂവിയുടെ റൈറ്റർ കൂടിയായിട്ടുള്ള ശാന്തി ബാലചന്ദ്രൻ, അഹാന, ബാലു വർഗീസ്, സൗബിൻ തുടങ്ങിയിട്ടുള്ള പല ക്യാരക്ടേഴ്സും മേ ബി ഇഫ്താറിനെ സപ്പോർട്ട് ചെയ്യുന്ന വില്ലന്മാരാവാനും സാധ്യതകളേറെ. മറുത, മാടൻ തുടങ്ങിയിട്ടുള്ള പല ക്യാരക്ടേഴ്സിനെയും ഇനി വരാനിരിക്കുന്ന മൂവീസിലൂടെ എക്സ്പ്ലോർ ചെയ്യുമെന്ന് ഓൾറെഡി കൺഫേംഡ് ആണ്. അതുകൊണ്ട് തന്നെ നല്ലവരാകുവാനും ചീത്തവരാകാനും സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ വളരെ റീസെന്റ് ആയി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്ന ഒരു തിയറി തന്നെയാണ് മൂത്തോൻ എന്ന ക്യാരക്ടർ ഒരു വില്ലൻ ആണെങ്കിലോ എന്നുള്ളത്. ഓൾറെഡി മൂവിയിൽ കാണിച്ചിരിക്കുന്ന ഗ്രാഫിക്കൽ സീൻസിലൂടെയും മൂവി പറഞ്ഞു വെച്ചിരിക്കുന്നതും വെച്ച് ഈ ഒരു ഫിക്ഷണൽ വേൾഡിന്റെ അൾട്ടിമേറ്റ് പ്രൊട്ടക്ടർ ആയിട്ടാണ് മൂത്തോനെ കാണിച്ചിരിക്കുന്നത്. എങ്കിൽ തന്നെയും ഈ ഒരു ക്യാരക്ടറിനെ വെച്ചൊരു ട്വിസ്റ്റ് കൊണ്ടുവന്ന് ഒരു വില്ലനായി കാണിക്കുവാനും ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല. എന്തായാലും ചന്ദ്ര എന്നൊരു ക്യാരക്ടറിന് പവർ ലഭിച്ചിരിക്കുന്നത് ഇഫ്താറിൽ നിന്നുമാണ്. ഇഫ്താറിന്റെ വിഗ്രഹത്തിനടുത്ത് നിന്നുമുള്ള ഒരു ബാറ്റ് ബൈറ്റിൽ നിന്നുമാണ് ചന്ദ്രയ്ക്ക് പവർ ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ അനേകം വാമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് ലോകത്തെ മൊത്തം നശിപ്പിക്കാനുള്ള ഒരു കേഴ്സ് ആയിരിക്കും ഇഫ്താർ അവിടെ കൊടുത്തിരിക്കുന്നതും. പക്ഷേ ചന്ദ്ര എന്ന ക്യാരക്ടർ ഒരു നല്ല വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് മൂത്തോൻ കൂടെ നിർത്തിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് നിഷാന്ത് സാഗറിന്റെ ക്യാരക്ടർ വ്യക്തമായി പറയുന്നുമുണ്ട് മൂത്തോന് നീ എന്നും ഒരു മകളെ പോലെ തന്നെ ആയിരിക്കും എന്നുള്ളത്. ഈവൻ ദോ ഇഫ്താറിൽ നിന്ന് പവർ ലഭിച്ചിരിക്കുന്നതാണെങ്കിലും ഈ ഒരു പവേഴ്സ് നന്മയ്ക്ക് ഉപയോഗിച്ചു എന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം മൂത്തോൻ കൂടെ നിർത്തിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇഫ്താർ കാരണം ഭൂമിയിലേക്ക് വന്ന പല കേഴ്സുകളായിരിക്കാം ചാത്തൻ, ഒടിയൻ, മറുത, മാടൻ തുടങ്ങിയിട്ടുള്ളവർ. ഇതിനോട് സിമിലർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് ഗ്രാഫിക്കൽ സീൻസിലൂടെ ചാത്തന്മാരെ ഇങ്ങനെ ടീസ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ടൊവിനോയെ ബേസ് ചെയ്ത് വരാനിരിക്കുന്ന ചാത്തന്മാരെ ഫോക്കസ് ചെയ്ത് തന്നെയായിരിക്കും സെക്കൻഡ് പാർട്ട് ഒരുങ്ങുക എന്ന് DQം ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. മിക്കവാറും എന്റെ ഒരു സ്പെക്കുലേഷൻസ് പ്രകാരം മറ്റൊരു ടൊവിനോയുടെ ക്യാരക്ടർ തന്നെയായിരിക്കും വില്ലനായും വരിക. എന്തായാലും സെക്കൻഡ് പാർട്ടിന് വേണ്ടി നിങ്ങളിൽ ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ മൂവിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. തൊട്ടടുത്തുള്ള ഹൈ ബട്ടൺ കൂടി ഞെക്കി കഴിഞ്ഞാൽ കൂടുതൽ സന്തോഷം. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.